ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കല്യാണത്തിൻ്റെ ഡേ ആണ്. അന്ന് രാവിലെ തന്നെ ഇൻട്രോ എടുക്കാനുള്ള ഒരു തത്രപ്പാടൊന്നുമില്ലായിരുന്നു, ഫുള്ള് തിരക്കായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ വല്യമ്മ എനിക്ക് ഹെയറൊക്കെ സെറ്റാക്കി തരാണ് കേട്ടോ. വല്യമ്മ ബ്യൂട്ടീഷ്യനാണ്. വല്യമ്മേൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ ഞാനിവിടെ കൊടുക്കാം, നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ വല്യമ്മ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഹെയറിൻ്റെ പിന്നെ അതേപോലെ തന്നെ സാരിയൊക്കെ വല്യമ്മ എനിക്ക് ഡ്രേപ്പ് ചെയ്ത് സെറ്റാക്കി തന്നു. അപ്പം ഇതാണ് എൻ്റെ ഫുൾ ലുക്ക് വരുന്നത്. മേക്കപ്പൊക്കെ ഞാൻ തന്നെ ചെയ്തു. ഗൈസ് നമ്മൾ റെഡിയായി. എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക്? അങ്ങനെ നമ്മൾ റെഡിയൊക്കെ ആയതാ. നമ്മൾ ഏച്ചീൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കല്യാണം. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. നമ്മൾ ബസ്സിനാട്ടോ പോയത്. ഐഷു ഉറങ്ങുമായിരുന്നു ചെറുതായിട്ടൊന്ന്. ഞാനും ഒന്ന് അവിടെ എത്തുന്നവരെ ഉറങ്ങി. കുറച്ച് ഇവിടുന്ന് അധികം നമ്മളെ വീട്ടിൽ നിന്ന് അത്യാവശ്യം ദൂരമുണ്ട്. രാമനാട്ടുകര അവിടെ നിന്നും കുറച്ചുകൂടി ഉള്ളോട്ടേക്ക് പോകാനുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. തലേദിവസമൊന്നും മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തി. ഇതാണ് ഏച്ചീൻ്റെ വീട്. അങ്ങനെ എത്തിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഫുള്ള് തിരക്കായിട്ട് ഏച്ചി വരുന്നു, കല്യാണം കഴിയുന്നു, ഒന്നും മര്യാദയ്ക്ക് കാണാൻ പോലും പറ്റിയിട്ടില്ല. വ്ളോഗിലൊക്കെ മാക്സിമം ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് കൊട്ടു. ചെക്കൻ്റെ അച്ഛനും അമ്മയും, അതായത് എൻ്റെ വല്യച്ഛനും വല്യമ്മയും. ഏട്ടൻ അവിടെ ചെരുപ്പൊന്ന് തപ്പം പോയ ഗ്യാപ്പിൽ ഞാൻ ഏച്ചീൻ്റെ കൂടെ ഒറ്റയ്ക്ക് നിന്ന് ഫോട്ടോ എടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ കെട്ടൊക്കെ കഴിഞ്ഞു. ഇനി അവരവിടെ നിന്ന് ഫോട്ടോ എടുക്കട്ടെ, നമുക്ക് ഫുഡ് അടിക്കാം. നല്ല വാഴയിലയിൽ ചോറ്, അങ്ങനെ കുറച്ച് വിഭവങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സദ്യയൊക്കെ കഴിച്ചു. അങ്ങനെ സദ്യ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മസ്റ്റാണല്ലോ പായസം. ഞാൻ ആകെ കഴിക്കുന്ന പായസമാണ് അടയരിയും. എന്നെപ്പോലെ അടയരി മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ട്, ഒന്ന് കമൻറ്റ് ചെയ്യണേ. കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഇവർ അവിടെ നിന്ന് ഇറങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വഴിയിലെത്തിയിട്ട് ഇവരെ വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് നല്ല ബാൻഡും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ നടത്തിച്ചിട്ടാണ് കേട്ടോ ഇവരെ വീട്ടിലേക്ക് എത്തിച്ചത്. അങ്ങനെ വൻ പരിപാടിയായിട്ട് അവർ കൊട്ടുന്നതിനനുസരിച്ച് നമ്മൾ കിടന്ന് തുള്ളുന്നുണ്ട് കേട്ടോ. അതൊന്നും എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ഫോൺ കയ്യിൽ പിടിച്ചിട്ട് അതിൻ്റെ കൂടെ കളിക്കുകയായിരുന്നു. ക്യാമറാമാനന്മാർ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്.
നടന്നു വന്ന് കുറച്ച് പകുതിയൊക്കെ ആയപ്പം ഏട്ടനും ചേച്ചീനെയും അവരുടെ നടുക്ക് വെച്ചിട്ട് നല്ല കൊട്ടലായിരുന്നു കേട്ടോ. എന്നിട്ട് അവരോട് ഡാൻസ് കളിന്ന് പറയുമായിരുന്നു. ഇവർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേ അവർക്ക്. ആദ്യം ഒരു മടിച്ചെങ്കിലും പിന്നെ അടിപൊളിയായിട്ട് അവർ കളിച്ചു കേട്ടോ. അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ വീടിൻ്റെ വഴി വരെ എത്തിയിട്ടോ. അവർക്ക് വീട്ടിലേക്ക് കയറാൻ ടൈം ആവാത്തത് കൊണ്ട് കുറച്ച് നേരം അവിടെ പാലത്തിൻ്റെ മുകളിൽ അങ്ങനെ നിന്നു. നല്ല രീതിയിൽ പടക്കമൊക്കെ പൊട്ടുന്നുണ്ടായിരുന്നു. എവിടുന്നൊക്കെയോ മേലേക്ക് വന്ന് വീഴുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം നമ്മളിതാ വീട്ടിലേക്ക് കയറാനുള്ള ടൈമായി. അവർ വീട്ടിലേക്ക് കയറാണ് കേട്ടോ. വല്യമ്മ അതേ വിളക്കൊക്കെ എടുത്ത് വന്ന് അരിയും പൂവൊക്കെ ഇടുന്നൊരു ചടങ്ങുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഇപ്പോൾ നടക്കുന്നത്. അപ്പുറത്ത് നോക്കും. എന്തോ ഈ ഒരു ചടങ്ങ് വരെ ക്യാമറാമാനന്മാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ പാലും പഴമൊക്കെ കൊടുത്തതിന് ശേഷം അവർ ഗുഡ് ബൈ പറഞ്ഞു പോയി. അത് കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വൈകുന്നേരം സൽക്കാരത്തിന് എല്ലാവരും വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ചേച്ചീൻ്റെ ഓർണമെൻറ്റ്സും സാരിയൊക്കെ ചേഞ്ച് ചെയ്ത് ചേച്ചി ഒരു ലെഹങ്ക ഇട്ടിട്ടുണ്ടായിരുന്നു. വല്യമ്മ വന്ന് ഹെയർ ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്തു. ചേച്ചി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും ചേച്ചിയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പരിചയമൊക്കെ പെട്ടു, ഫുഡൊക്കെ കഴിച്ചു. അവർ ഹാപ്പി ആയിട്ട് പിന്നെ നമ്മളോട് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോയി. അത് കഴിഞ്ഞ് നമുക്ക് ഫുഡ് അടിക്കാനുള്ള ടൈമായിരുന്നു ഗൈസ്. ബിരിയാണി, ചെമ്മീൻ. ഗൈസ് ഇതിൽ എടുത്തു പറയേണ്ടത് ആ ചെമ്മീൻ്റെ ടേസ്റ്റാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. കാര്യം ബിരിയാണീൻ്റെ തീനൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ ചെമ്മീൻ കൂട്ടി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് അടിപൊളിയായിരുന്നു. ചിക്കനോ? ഇല്ല, മട്ടനല്ല. ഇതാണ് കാവ. കാവ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നല്ലോണം കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഐസ്ക്രീം ഉണ്ടായിരുന്നു. വാനില ഫ്ലേവർ ആയതുകൊണ്ട് ഞാൻ കഴിച്ചില്ല ഗൈസ്. എനിക്ക് വാനില ഇഷ്ടമല്ല. എന്നെപ്പോലെ ഇങ്ങനെ വാനില ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വാനില ഞാൻ കഴിക്കും, പക്ഷെ അതിൻ്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലൊക്കെയാണ് ഞാൻ കഴിക്കുക. അല്ലാതെ വെറും വാനില ഐസ്ക്രീം മാത്രം കഴിക്കാൻ എനിക്കെന്തോ ഇഷ്ടമല്ല കേട്ടോ. സെക്കൻഡ്
അങ്ങനെ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. എല്ലാവരും പോയി ഫ്രഷായി. രാത്രിയായപ്പോൾ നമ്മൾ പന്തലിരുന്നിട്ട് ട്രൂത്ത് ഓർ ഡെയറൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കളിക്കാനായിട്ട്. ഗൈസ് ഈ ഒരു വ്ളോഗിൻ്റെ ഇൻട്രോയും അതേപോലെ എൻഡിങ്ങും ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാൽ മറന്നുപോയതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ പ്ലീസ് ഗൈസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണല്ലേ. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തായാലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്.